കേരളത്തിൽ ഇപ്പോൾ രാമായണ മാസം ആചരിക്കുന്നതിന് പരമേശ്വരന്റെ നേതൃത്വത്തിൽ 80കളുടെ തുടക്കത്തിലൊക്കെയാണ് ഈ കർക്കടകത്തെ ഒരു മഴക്കാല മാസം എന്നുള്ളതിൽ നിന്നും ഒരു രാമായണ മാസമാക്കി മാറ്റുന്ന പരിപാടിയൊക്കെ നടന്നത്. ഇത് ഈ പഞ്ഞമാസത്തിൽ നിന്നും BJPയുടെ രാഷ്ട്രീയ പഞ്ഞമാസത്തിൽ നിന്നും സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സമൃദ്ധിയുടെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് BJPയുടെ യാത്രയെ സുഗമമാക്കുന്നതിൽ BJPയുടെ സംഘടനാ ശരീരം കൊണ്ട് മാത്രമല്ല അത് സ്ഥാപിച്ചത്, ഈ തങ്ങൾക്ക് വലിയ ബുദ്ധിയുണ്ട് എന്ന് CPM ധരിച്ചുകൊണ്ട് നടത്തിയ ഈ വിഡ്ഢിത്വമോ അല്ലെങ്കിൽ അവസരവാദമോ, ഇപ്പൊ നമ്മൾ അതിനെ കാണുന്നത് അറിഞ്ഞുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ വഞ്ചന എന്നാണ് ഞാൻ അതിനെ പറയുക, അല്ലാണ്ട് വിഡ്ഢിത്വമൊന്നുമില്ല. അവരത് അറിഞ്ഞുകൊണ്ട് നടത്തിയ കേരളത്തിലെ അവർക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിശാല സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ആളുകളോട് അവർ കാണിച്ച പൊളിറ്റിക്കൽ ചതിയാണ്, രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമായിട്ടാണ്. അതെന്താ ചെയ്തത്? ഈ നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വിഷയം പോലെ മുസ്ലിം വെറുപ്പിനെ ഒരു പൊതുവിഷയമാക്കി മാറ്റുക. മറ്റത് മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ശശികല മുതൽ കുമ്മനം രാജശേഖരൻ വരെ ഓടിക്കളിക്കുന്ന വാക്കുകളായിരുന്നു എങ്കിൽ, മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയിൽ നിന്നും പിണറായി വിജയനിലേക്കും പിണറായി വിജയനിൽ നിന്നും CPMന്റെ സൈബർ പോരാളികളിലേക്കും സംക്രമിക്കുന്ന ഒരു സാംക്രമിക രോഗമാക്കി മാറ്റിയത് CPM ആണ്. കഴിഞ്ഞ ഈ കാലത്ത് ഒരു മടിയുമില്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗ് വന്നാൽ എന്തോ വലിയ അപകടമാണ്. ലീഗിനോട് നമുക്ക് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് വിമർശനങ്ങളുണ്ട്, ലീഗ് പോലെയല്ല ജമാഅത്തെ ഇസ്ലാമി, വലിയ വിമർശനങ്ങളുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് അവർ പറയുന്നത് മുസ്ലിം 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 എന്ന് ജനങ്ങൾ കേൾക്കണം എന്നുള്ളത് കൊണ്ട് അതെല്ലാവർക്കും മനസ്സിലാകുന്നു. അത് അങ്ങനെയല്ല എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ കൂടി ഇങ്ങനെ ഈ മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളോടുള്ള വെറുപ്പിനെ, മുസ്ലിം അപരത്വത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പദ്ധതിയാണ് ഇന്ത്യയിൽ. അതിനെ കേരളത്തിൽ മുസ്ലിം പൊളിറ്റിക്സ് ആണോ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും വലിയ വിഷയമായി വരുന്നത്? അല്ല. ഇപ്പൊ 3 സീറ്റ് നേടിയ BJPയുടെ പൊളിറ്റിക്സിനെ, സംഘപരിവാറിന്റെ പൊളിറ്റിക്സിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ നേതാക്കൾ എത്ര ടാർഗറ്റ് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ മുഴുവൻ ഊന്നിയത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി അത് ഇത് എന്ന് പറഞ്ഞാണ് അവരൂന്നിയത്. അതല്ല ഇന്ത്യയിലെ മെജോറിറ്റേറിയൻ ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള ചരിത്രപരമായ ബാധ്യതയുള്ള ഇടതുപക്ഷം കേരളത്തിൽ ആ ചരിത്രപരമായ ബാധ്യത അവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത് അവർ ഇടതുപക്ഷമല്ല എന്നുള്ളത് കൊണ്ടാണ്.